ഹലോ, നല്ല നമസ്കാരം. നരിവേട്ട വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിനിമ. അനുരാജ് മനോഹർ എന്ന ഒരു സംവിധായകൻ്റെ കോൺഫിഡൻ്റ് ലെവലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും കയ്യിലല്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ കോൺഫിഡൻറ്റോടുകൂടി ഈ സിനിമ പുറത്തിറക്കാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നു ഞാൻ. വിഷ്വൽസ്, മേക്കിംഗ്, പെർഫോമൻസ്, സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകൾ, മേക്കപ്പ്, ആർട്ട് വർക്ക്, ഇവയാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ്. ടൊവിനോ തോമസ് എന്ന് പറയുന്ന വർഗീസ് എന്ന് പറയുന്ന കഥാപാത്രവും നാൻസി എന്ന് പറയുന്ന കഥാപാത്രവും കുട്ടനാടിലുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ PSC എഴുതി ജോലിക്ക് വേണ്ടി അങ്ങും ഇങ്ങും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു പയ്യൻ. അദ്ദേഹം സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നാൻസി എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രേമിച്ച് അവൾക്ക് ജോലിയുണ്ട്, പക്ഷേ മച്ചാന് ജോലിയൊന്നുമില്ല. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കല്യാണം കഴിക്കാൻ, പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് PSC എഴുതി പോലീസ് ആകുന്നു. അദ്ദേഹം കോട്ടയത്ത് പോലീസ് ക്യാമ്പിൽ വന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് അവിടത്തേക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നു. അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, പിന്നെ ഒരു 100% സ്റ്റോറിയുമായിട്ട് വളരെയധികം നീതി പുലർത്തിയ ഒരു കിടിലം സാധനം. ഇതിൻ്റെ തിരക്കഥകൃത്ത്, കഥകൃത്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. 2023 നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള വയനാട് ആദിവാസികളുടെ ഭൂസമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തമെങ്കിലും അന്നത്തെ വനവകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ മാറിപ്പോയ KPCCയുടെ പ്രസിഡൻ്റായിട്ടുള്ള സുധാകരൻജിയുടെ നരനായാട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് ഈ സിനിമ. അദ്ദേഹം കാട്ടിക്കൂട്ടിയ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്ത ആ മനുഷ്യനെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇതിൽ മെൻഷൻ ചെയ്യേണ്ട ചില കഥാപാത്രങ്ങൾ: ഫസ്റ്റ് ടൊവിനോ തോമസ്, വർഗീസ് എന്ന കഥാപാത്രം. രണ്ടാമത് ചേരൻ, അദ്ദേഹത്തിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി നല്ല സ്റ്റൈലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബഷീർ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ ആര്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിവാസിയായിട്ട് പെർഫോം ചെയ്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് എന്തൊരു ജോഫർ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അറിയത്തില്ല. അദ്ദേഹം കിടിലം പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ പെർഫോമൻസ് ഒക്കെ കിടിലമാണ്. ഇതിൻ്റെ നായികയുടെ പെർഫോമൻസ് മാത്രമാണ് എനിക്കൊരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നിയത്. ചില സീനിൽ 2-3 സീന് എനിക്കത് കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത്, അത് ഉദാഹരണം ഒരു കല്ലുകടിയായിട്ട് തോന്നിയത്, പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ടൊവിനോട് ചോദിക്കുന്ന ഒരു ഡയലോഗിൽ പുള്ളിക്കാർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൈ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതോടൊപ്പം തന്നെ ബോട്ടിനകത്തുള്ള ചില സീനുകളിൽ പുള്ളിക്കാരിയുടെ ആക്ടിങ് എന്തോ ഒരു മാതിരി ഏച്ച് കിട്ടിയത് പോലെയുള്ള ഒരു പെർഫോമൻസ്. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ നൈറ്റ് സീനുകളൊക്കെ ഉണ്ട്. ചില കാട്ടിലെ കുറേ ആകാശ ഷോട്ടുകളൊക്കെ ഉണ്ട്. ഡ്രോൺ ഷോട്ടാണ് അതൊക്കെ, പക്ഷെ കിടിലം സാധനം. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അതോടൊപ്പം തന്നെ മേക്കപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് എനിക്കെടുത്ത് പറയണമെന്ന് തോന്നിയെന്ന ഒരു കാര്യമാണ്. ആ കൊച്ചു കുട്ടികളെയൊക്കെ എന്ത് സ്റ്റൈലായിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ആ അവസാനത്തെ ആ സിനിമ മനുഷ്യരൊക്കെ മരിക്കുന്ന സമയത്തുള്ള ആ സീനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മയോ എന്ത് കിടിലം മേക്കപ്പാണ്. ആ മേക്കപ്പ് കൊടുക്കണം അതിനൊരു അതിൻ്റെ ലൈറ്റിങ്ങും കുറേ സീനുകളൊക്കെ ഉണ്ട്, നൈറ്റ് സീനുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പിന്നെ പാട്ടുകൾ, രമോ ജാക്ക് ബിജോയുടെ പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും, പാട്ടുകൾ ഞാൻ പറയാം, പാട്ടുകളൊക്കെ കിടിലം പാട്ടും കിടിലം വിഷ്വൽസും. ഈ സിനിമയുടെ ഒരു ഗതി മാറുന്നത് ബഷീർ സാറിൻ്റെ മരണത്തോടുകൂടി ഈ സിനിമയുടെ
ഗതി അങ്ങ് മാറും. ഈ സിനിമയുടെ റേഞ്ച് വേറെ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയെ സെക്കൻഡ് ഹാഫിൽ കൊണ്ട് ഹൈപ്പിൽ അങ്ങ് കയറ്റി കീടിലാക്കി അവസാനിപ്പിക്കുന്ന ഒരു സിനിമ. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ നിസ്സഹനായി പോവുകയും ചിലപ്പോൾ അധികാരത്തിൻ്റെ ഹുങ്കിൽ ചെയ്യപ്പെടാൻ പോകുന്ന, അറിവില്ലായ്മ കൊണ്ട് ചെയ്യപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യപ്പെടാൻ പോകുന്ന ചില കാര്യങ്ങളും അതിൽ നിന്നും റീതിങ്ക് ചെയ്ത് പിന്നെ മാറ്റങ്ങൾക്ക് വിധേയനാകുന്ന ഒരു കഥാപാത്രമായിട്ട് വർഗീസിനെ നന്നായിട്ട് തന്നെ ടൊവിനോ ഇത് ചെയ്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ടുള്ളൊരു സിനിമ. തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ എനിക്ക് സങ്കടം വന്നു പോയി. എനിക്ക് നല്ല രീതിക്ക് ഫീലായിപ്പോയി. ഇപ്പോഴും ഓർക്കുമ്പോൾ അത് സങ്കടം വരുന്നു. പുള്ളി അത് നല്ലൊരു ഫീലുള്ളൊരു സിനിമ. ബെസ്റ്റ് സൗണ്ട്, ഇതൊക്കെ കാണാനും കുറേ സീനുകളൊക്കെ കാണാനും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു കിടിലം സിനിമയാണ് നരിവേട്ട. അതിൽ യാതൊരു സംശയമില്ല. ഒരു റിയൽ സംഭവത്തെ സിനിമാറ്റിക്കായിട്ട് ഒരു ഡോക്യുമെൻ്ററി പോലെയൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സാധനത്തെ നല്ല സിനിമാറ്റിക്കിൻ്റെ ഒരു കിടിലം സാധനമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തിയേറ്റർ വാച്ചായിട്ടുള്ളൊരു സിനിമയാണ്. താങ്ക് യു.